ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്നിരിക്കും. നമ്മളിന്നൊരു പുതിയ സംഭവം ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് കേക്കാണ്. ഈ ബ്രെഡ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡും എഗ്ഗും കൊണ്ടുള്ള ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അത് എങ്ങനെ അത് ബേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി മൊബൈലിൽ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം കൂടി നമ്മളങ്ങ് അരിഞ്ഞ് കളയാണ്. ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മൾ സൈഡെല്ലാം കൂടി അരിഞ്ഞ് കളഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മസാല കൂട്ട് റെഡിയാക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാകാൻ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3 ടേബിൾ സ്പൂണിന് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 3 ടേബിൾ സ്പൂണിന് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മുളക് അരിഞ്ഞ് വെച്ചതുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. അടുത്ത സാധനം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മീഡിയം സൈസിൽ 2 സവോള ഇട്ട് കൊടുക്കുകയാണ്. 2 സവോള നമ്മൾ അരിഞ്ഞതാണ്. നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നേ. ഇതിൽ പെട്ടെന്ന് വഴന്ന് വരും. നമ്മളൊരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക്, ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ശകലം ജീരകപ്പൊടി, ഉള്ളിന് കൂടാൻ പാടില്ല കേട്ടോ. പെരിഞ്ചീരകമാണ് ഒരു 1/4 ടീസ്പൂൺ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ചെയ്യണേ. നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം അടിക്കുന്നു. മൂത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത കാര്യം ഉണ്ടാകും. നമ്മളൊരു ശകലം മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനകത്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ലേശം കരിയാപ്പില, എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് 1 മുട്ട നമ്മൾ 8 പീസായിട്ട് സ്ലൈസ് ചെയ്തതാണ്. അപ്പം നമ്മൾ അതിട്ട് കൊടുക്കും. ഇത് മാക്സിമം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിഞ്ഞുള്ളത് അടുത്ത് ചെയ്യാം. 4 മുട്ട പൊട്ടിച്ചിടുന്നേ. അതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക അതിനകത്ത്. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം. നമ്മൾ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയ്ക്കകത്തോട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മുക്കി എല്ലാ സൈഡും കംപ്ലീറ്റ് എടുത്ത് മുക്കണം. മുക്കിയിട്ട് ഈ പാനിനകത്തോട്ട് ഇതുപോലെ വെക്കണം. നമുക്ക് ആ മുട്ട മസാല ഒന്ന് ഫില്ല് ചെയ്യാനാണ്. ഇതുപോലെ എല്ലാ സൈഡിലും വെക്കണം. ഈ ചെറിയ ഗ്യാപ്പ് വരുന്നത് നമ്മൾ ഈ ബ്രെഡ് മുറിച്ചിട്ട് അത് മുഴുവൻ ഒന്ന് ഫില്ല് ചെയ്യണേ. ഇതുപോലെ ആ ചെറിയ പാൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് എല്ലാം. കാരണം ആ പാനിനകത്ത് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇതെല്ലാം വെച്ച് കൊടുക്കണേ. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് അസാധ്യ മണമാണ്. കാരണം ഒത്തിരി സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം നിരത്തി കൊടുക്കണം. നമ്മൾ ആദ്യം എടുത്ത ബ്രെഡാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും അത് മൊത്തം കവർ ചെയ്യണമെങ്കിൽ വേറെ ബ്രെഡ് വേണം. നമ്മളിതുപോലെ, പിന്നെ ബ്രെഡിന്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പാനിന്റെ അളവനുസരിച്ചാണ്. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ പാൻ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ആവശ്യം വരുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് മൂടി കൊടുക്കണേ. ഇതുപോലെ നല്ല രീതിക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ബാക്കി നമുക്ക് ആ കലക്കിയ മുട്ട ഇത്ര വന്നിട്ടുണ്ട്, വേണമെങ്കിൽ അതിന്റെ പുറത്തൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ദോശക്കല്ലൊന്ന് ചൂടാക്കണം ആദ്യം, എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ കോട്ട് ചെയ്തെടുത്തത് ഹീറ്റ് ചെയ്താണ് അവസാനം എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചൂടായതിനു ശേഷം ആ ദോശക്കല്ലിലോട്ട് നമ്മളിത് വെച്ചു. വെക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ആവി പുറത്ത് പോകാതെ മാക്സിമം നോക്കണം. ഇതുപോലത്തെ പാന വെക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഇതിനകത്ത് ഹോള് കാണും. അപ്പോൾ ഹോള് പേപ്പറായിട്ടോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ച് അത് ക്ലോസ് ചെയ്തേക്കണം. എന്നാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഏകദേശം 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യത്തെ ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം കേട്ടോ. നമുക്കിൻ്റെ ടോട്ടൽ സമയം 20 മിനിറ്റ് ആണ്. ഇപ്പം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പം അതിനകം നല്ലോണം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് എടുത്തിട്ട് മറിച്ചിടണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ദോശക്കല്ലിൽ തന്നെ നമ്മളിപ്പോൾ 1 സ്പൂൺ നെയ്യെടുത്ത് മൊത്തം തൂക്കണം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എൻ്റെ അരികൊക്കെ ഒന്ന് ഇതുപോലെ നീക്കി കൊടുക്കണം. എന്നാലും അത് കറക്റ്റായിട്ട് ഇളകി അതിലോട്ട് വീഴത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കമത്തി അതിനകത്തോട്ട് അതിൻ്റെ മേൽവശം നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടും. നമ്മൾ ഈ ദോശക്കല്ലിൽ നിന്ന് ഇങ്ങനെ വേണം മറിച്ചെടുക്കാൻ. ഇതുപോലെ നമ്മൾ പാത്രത്തിനകത്തോട്ടാക്കി. അങ്ങനെ നമ്മുടെ ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നമ്മുടെ ആ മസാലയുടെ ഒക്കെ ഭയങ്കര മണമാണ് അടിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് എരിവ് എല്ലാം നല്ല ടേസ്റ്റ്, നല്ല കിടുക്കാച്ചി സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ പോസിറ്റീവ്. ബൈ.